ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ enthusiast ആണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കോമ്പിനേഷൻ സ്കിൻ കെയറെ പറ്റിയിട്ടാണ്. നിങ്ങളുടെ ഓയിലിയോ ഡ്രൈയോ സ്കിൻ ആണെങ്കിൽ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഐക്കാർഡിൽ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് സ്കിൻ ടൈപ്പ് അറിഞ്ഞിടാന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് വെച്ചിട്ട് അപ്പൊ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. കോമ്പിനേഷൻ സ്കിൻ എനിക്കറിയാം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് കോമ്പിനേഷൻ സ്കിൻ. കാരണം ഞാൻ അത് സഫർ ചെയ്യുന്ന ആളാണ്. കാരണം നമുക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് നമ്മുടെ സ്കിൻ റിയാക്ട് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ നമ്മുടെ ഈ ഒരു ഭാഗം നല്ല ഓയിലി ആയിരിക്കും, ഈ ഒരു ഭാഗത്ത് നല്ലൊരു ഡ്രൈനെസ് അല്ലെങ്കിൽ നോർമൽനെസ് ആയിരിക്കും. അതല്ലെങ്കിൽ ഒരു ദിവസം നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ദിവസം ഭയങ്കരമായിട്ട് ഈ നേരത്തെ അത്ര ഓയിൽനെസ് ഇല്ലെങ്കിൽ ഒരു ചെറിയ ഓയിൽനെസ് ഈ ഒരു ടീ സോണിൽ കാണും. പിന്നെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സിന്റെ കാര്യം പറയാൻ വേണ്ട. പിന്നെ ഓപ്പൺ ബോക്സ്, അത് പ്രത്യേകിച്ച് ഈ ഒരു ഭാഗങ്ങൾ നല്ല രീതിയിൽ ഓപ്പൺ ബോക്സ് ഓപ്പൺ പോസ് ആണ്. പിന്നെ നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടാൻ നിൽക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ സ്ഥലവും സ്മൂത്ത് ആയിട്ട് ഇത്രയും ഭാഗം നല്ല ടെക്സ്ചർ ആയിട്ട് തോന്നിക്കുകയും ചെയ്യും. ബ്ലഷ് എങ്ങാനും ഇടാൻ നോക്കി പിന്നെ അതിന്റെ കാര്യം പറയാൻ വേണ്ട. സമ്മർ ലുക്ക് നോക്കിയാൽ മൂക്കിന്റെ ഭാഗത്ത് കുറെ ഓട്ട അറിയാം, കാരണം ഞാൻ സഫർ ചെയ്യുന്നതാണ്. ഐനോ ഓക്കെ. എനിവേസ്, അപ്പൊ അങ്ങനെയാണ് നമ്മളെ കോമ്പിനേഷൻ സ്കിൻ നിൽക്കുന്നത്. അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് ടൈപ്പ് കോമ്പിനേഷൻ ഉണ്ട്. ഡ്രൈ കോമ്പിനേഷൻ കാണും, അതായത് ഡ്രൈ സ്കിന്നിനകത്ത് തന്നെ ഓയിൽനെസ് ചിലപ്പോൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ നോർമൽ സ്കിൻ ആയിരിക്കും. അതല്ല ഓയിലി കോമ്പിനേഷൻ ആണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഭാഗത്ത് ഓയിൽനെസ് കൂടുതലായിരിക്കും, ബാക്കിയുള്ള ഭാഗം ഒന്നുകിൽ നോർമൽ ആയിരിക്കും, അതല്ലെങ്കിൽ ഡ്രൈ ആയിരിക്കും. അങ്ങനെ കാണും. അതല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഓയിൽനെസ്, അതായത് ബാക്കി എല്ലാ സ്ഥലവും നോർമൽ ആയിരിക്കും, ഡ്രൈനെസിന്റെ ഭാഗമേ ഉണ്ടാവില്ല, ഇത്ര ഭാഗം മാത്രം ഓയിൽനെസ് ഉണ്ടാവുന്ന ആൾക്കാരായിരിക്കും. മെയിൻലി ഞാനൊക്കെ അങ്ങനെയുള്ള ആളാണ്. എനിക്ക് ബാക്കി എല്ലാ ഭാഗവും നോർമൽ ആയിരിക്കും, എനിക്ക് അങ്ങനെ ഡ്രൈനെസ് ഒന്നും വരില്ല. പക്ഷെ ഇത്രയും ഒരു ഭാഗത്തുള്ള ഓയിൽനെസ് അത് വല്ലാത്ത ഓയിൽനെസ് ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എന്റെ മൂക്ക് കുറച്ച് വലിയ മൂക്കൂടായതുകൊണ്ട് മൂക്ക് മാത്രം ഇങ്ങനെ തിളങ്ങി നിൽക്കും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് നമ്മൾ കോമ്പിനേഷൻ സ്കിൻ കെയർ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ സ്കിൻ കെയർ റൂട്ടീൻ ക്രാക്ക് ചെയ്യാന്ന് വെച്ചാൽ ലോകത്തിലെ സ്കിൻ കെയർ റൂട്ടീൻ ഉണ്ടാകുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതാണ്. സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ചിലപ്പോൾ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് വാഷ് വാങ്ങിച്ച് മുഖം കഴിയുമ്പോഴത്തേക്ക് ഇത്രയും ഭാഗം നല്ല കറക്റ്റ് ആയിരിക്കും, ബാക്കിയുള്ള ഭാഗത്ത് ഭയങ്കര ഡ്രൈനെസ് ഫീൽ ആവും. അതല്ല നമ്മൾ ഇന്ന് നോർമൽ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാന്ന് വിചാരിച്ചാൽ ബാക്കിയുള്ള ഭാഗത്തിനൊക്കെ കറക്റ്റ് ആയിരിക്കും, മൂക്കിന്റെ ഭാഗം മാത്രം തിളങ്ങിയിരിക്കുകയും ചെയ്യും. അപ്പം ഞാൻ ബേസിക്കലി ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് കണ്ടുപിടിച്ചു എന്റെ സ്കിൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന്. എന്റെ ഓയിൽനെസ് റിയാക്ട് ചെയ്യുന്നതെന്ന് വെച്ചാല് ക്ലൈമറ്റ് അനുസരിച്ചാണ് മാറുന്നത്. ചില ആൾക്കാർക്ക് ഹെറിഡിറ്റി ആയിട്ട് കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും, പക്ഷെ ക്ലൈമറ്റ് അനുസരിച്ച് അതിങ്ങനെ അതിന്റെ ഇന്റൻസിറ്റി കൂടുകയും കുറയുകയും ചെയ്യും. എന്റേത് അങ്ങനെയാണ്. ഹെറിഡിറ്റി ആയിട്ട് എനിക്ക് കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും ക്ലൈമറ്റ് അനുസരിച്ച് ഓയിൽനെസ് ടീ സോണിന്റെ ഏരിയയിൽ കൂടുകയും കുറയുകയും ചെയ്യും. അപ്പൊ ഞാൻ അതിന് മാക്സിമം ആ ഒരു ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്റെ സ്കിൻ കെയർ റൂട്ടീൻ സെറ്റപ്പ് ചെയ്യാനായിട്ട് നോക്കാം. കോമ്പിനേഷൻ സ്കിൻകാർക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്, സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ് ഇനി നോക്കാം. ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡ്. കാരണം നിങ്ങളുടെ ഓയിലി കോമ്പിനേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് സാലിസിലിക് ആസിഡ്. രണ്ടാമത്തെ എന്ന് വെച്ചാൽ ഗ്ലൈക്കോളിക് ആസിഡ്. ഗ്ലൈക്കോളിക് ആസിഡ് പറയാൻ കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് ഓക്കെ അത് ഞാൻ പിന്നെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഗ്ലൈക്കോളിക് ആസിഡ്. മൂന്നാമത്തെ എന്ന് വെച്ചാൽ നയാസിനമൈഡ്. നാലാമത്തെ എന്ന് വെച്ചാൽ ഹൈൽഡ്രോണിക് ആസിഡ്. അഞ്ചാമത്തെ എന്ന് വെച്ചാൽ സെറമൈഡ്. ഈ 5 ഇൻഗ്രീഡിയന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ സെറ്റപ്പ് ചെയ്തെടുക്കാം. ഇനി ഓരോ ഇൻഗ്രീഡിയൻസിന്റെ സ്പെഷ്യാലിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സാലിസിലിക് ആസിഡ്. സാലിസിലിക് ആസിഡിന്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള ഓയിൽനെസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാലിസിലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. BH ആണ്, അതായത് ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് എന്ന് പറയുന്ന സാധനമാണ് സാലിസിലിക് ആസിഡ്. സോ അതെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ പോസിലോട്ട് ഇറങ്ങി ചെന്നിട്ട് നമ്മുടെ ഓയിൽ ഉണ്ടാക്കുന്ന എന്താണ് സെബേഷ്യസ് ഗ്ലാൻഡ്. അപ്പൊ ഈ സെബേഷ്യസ് ഗ്ലാൻഡിൽ പോയി അവിടുത്തെ ഇത് ഓയിലിന് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ ഓയിൽ എവിടെ ഉണ്ടാക്കുന്നു അങ്ങോട്ട് ഇത് പോകും. അവിടെ പോയിട്ട് ഈ ഓയിലിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡിനെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറച്ചെടുക്കും. മാത്രമല്ല നമ്മുടെ പോസിന് ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാനും സാലിസിലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത് കാരണം സാലിസിലിക് ആസിഡ് നമുക്ക് കോമ്പിനേഷൻ ഓയിലി സ്കിൻകാർക്ക് നല്ലൊരു സാധനമാണ്. അതല്ല നിങ്ങളുടെ കോമ്പിനേഷൻ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് നല്ലതാണ്. എങ്ങനെയാന്ന് വെച്ചാൽ ഇത് വാട്ടർ ലവിങ് ആയിട്ടുള്ള ഒരു ആസിഡാണ്, അതായത് AHA എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഗ്ലൈക്കോളിക് നമ്മൾ ഓയിൽനെസ്സിന് ഇത് തുടർത്തില്ല, പക്ഷെ എന്നാൽ ഒരു ജെന്റിൽ ആയിട്ട് ഒരു എക്സ്ഫോളിയേഷൻ നടത്തി നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഈ ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. ഓയിലി കോമ്പിനേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യും. അതല്ല ഡ്രൈ കോമ്പിനേഷൻ ഒക്കെയാണ് അല്ലെങ്കിൽ നോർമൽ കോമ്പിനേഷൻ ആണ്, നിങ്ങൾക്ക് ഡ്രൈ നോർമൽ കോമ്പിനേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് വാഷ് ഫോളോ അപ്പ് ചെയ്യാം. ഇനി ഓരോ റെക്കമെൻഡേഷൻ നമുക്ക് ലാസ്റ്റ് പറയാവേ. അടുത്ത 7 ഇൻഗ്രീഡിയന്റ് ആണ് നോക്കാം. അടുത്താണ് നയാസിനമൈഡ്. നയാസിനമൈഡ് ഡ്രൈ കോമ്പിനേഷൻ ആണെങ്കിലും ഓയിലി കോമ്പിനേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓയിലി കോമ്പിനേഷൻ ആണെങ്കിൽ നിങ്ങളുടെ ഓയിൽനെസ് ഒന്ന് കൺട്രോൾ ചെയ്യാനും നിങ്ങളുടെ ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് ഒന്ന് മിനിമൈസ് ചെയ്യാനും നയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നിങ്ങളുടെ ഡ്രൈ കോമ്പിനേഷൻ ആണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനും മാത്രമല്ല നാച്ചുറൽ ആയിട്ടുള്ള സെറമൈഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും നയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ 2 ടൈപ്പ് സ്കിൻകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്പൊ ഏത് സ്കിൻ കെയർ റൂട്ടീൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന
ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നയാസിനമൈഡ്. അതുകൊണ്ട് തന്നെയാണ് അത് ഓവർ ഹൈപ്ഡ് ആണ്. കാരണം ഈവൻ ദോ അത് നമുക്ക് ഓയിൽനെസ് കൺട്രോൾ ചെയ്യാനും ഹൈഡ്രേഷൻ തരാനും യൂസ് ചെയ്യുമ്പോൾ മൈൽഡായിട്ട് ചെറുതായിട്ട് ഹൈപ്പർ പിഗ്മെന്റേഷൻ ചെറിയ ചെറിയ കുത്തുകളൊക്കെ മാറ്റാൻ നയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. അത് കാരണം എല്ലാവരും വലിയ മെലാസ്മ ഉണ്ടെങ്കിൽ നയാസിനമൈഡ് യൂസ് ചെയ്യും, നമ്മുടെ പിമ്പിൾസിന്റെ മാർക്ക് ഉണ്ടെങ്കിൽ നയാസിനമൈഡ് എടുത്തിട്ട് യൂസ് ചെയ്യും, ആന്റി ഏജിങ് എന്ന് പറഞ്ഞിട്ട് നയാസിനമൈഡ് യൂസ് ചെയ്യും. അങ്ങനെ വെറുതെ വേണ്ടാത്ത ആവശ്യത്തിന് കൂടെ നയാസിനമൈഡ് ഉപയോഗിച്ച് ആ പാവത്തിന് ഒരു ഉപയോഗമില്ലാത്ത സാധനമായിട്ട് ആൾക്കാർ മാറ്റിയിട്ടുണ്ട്. പക്ഷെ രണ്ട് സ്കിൻ ടൈപ്പുകാർക്കും അല്ല എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറമാണ് നയാസിനമൈഡ്. ഹൈഡ്രേഷൻ ആയാലും ഓയിൽനെസ് കൺട്രോൾ ചെയ്യാനായാലും ഓപ്പൺ പോസ് മിനിമൈസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നയാസിനമൈഡ്. അടുത്ത ഇൻഗ്രീഡിയന്റ് ആണ് ഹൈൽഡ്രോണിക് ആസിഡ്. ബേസിക്കലി നിങ്ങൾക്ക് ഹൈൽഡ്രോണിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറയും, നിങ്ങളിപ്പോ നല്ല എക്സ്ട്രീംലി ഡ്രൈ കോമ്പിനേഷൻ ആണെങ്കിൽ, അതായത് ചില ആൾക്കാർക്ക് മൊത്തത്തിൽ ഫേസ് ഡ്രൈ ആവത്തില്ല, നോർമൽ ആയിരിക്കും, പക്ഷെ ചില ഭാഗങ്ങൾ നമ്മുടെ ഈ കവിളിന്റെ ഈ രണ്ട് ഭാഗം മൂക്കിന്റെ ഇവിടെയൊക്കെ മാത്രം ഡ്രൈനെസ് ഉള്ള ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അത് വേറെ എന്തെങ്കിലും റീസൺസ് കാരണമായിരിക്കും. എന്നാലും നമുക്ക് അവിടെ ഇറിറ്റേഷനോ ഡ്രൈനെസ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കായിരിക്കും ഹൈൽഡ്രോണിക് ആസിഡ് കുറച്ചും കൂടെ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നയാസിനമൈഡ് ബേസ് ചെയ്തിട്ടുള്ള സിറമാണ്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് ഒരു ഡ്രൈനെസ് തോന്നുന്നു, അല്ലാത്ത ദിവസം നോർമൽനെസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡൾനെസ് മാറ്റാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറാണ് ഹൈൽഡ്രോണിക് ആസിഡ്. അല്ലെങ്കിൽ സ്ഥിരം റൊട്ടീനിൽ ഹൈൽഡ്രോണിക് ആസിഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു മോയിസ്ചറൈസറിൽ ഹൈൽഡ്രോണിക് ആസിഡ് ആഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ് സെറമൈഡ്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്റെ എല്ലാ മോയിസ്ചറൈസേഴ്സിലും ഞാൻ പറയാം നിങ്ങൾ സെറമൈഡ് ആഡ് ചെയ്യും. എന്തുകൊണ്ടാണ് ഞാൻ സെറമൈഡ് ആഡ് ചെയ്യാൻ പറയണതെന്ന് വെച്ചാൽ, നമ്മൾ മോയിസ്ചറൈസറിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? സ്കിന്നിന് ഹൈഡ്രേഷൻ തരാം. അതിപ്പോ നിങ്ങൾ ഓയിലി സ്കിൻ ആയാലും നിങ്ങൾക്ക് ഹൈഡ്രേഷൻ വേണം, ഡ്രൈ സ്കിൻ ആയാലും ഹൈഡ്രേഷൻ വേണം, കോമ്പിനേഷൻ സ്കിൻ ആയാലും നോർമൽ സ്കിൻ ആയാലും നിങ്ങൾക്ക് ഹൈഡ്രേഷൻ വേണം. അപ്പൊ ഹൈഡ്രേഷൻ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള വാട്ടറിനെ പിടിച്ചു നിർത്തുക, പുറത്തുനിന്ന് വാട്ടർ ലോസ് ഉണ്ടാവാതിരിക്കുക എന്നൊക്കെ ഉള്ളതാണ്. അതിന് ഏറ്റവും നല്ല സാധനമാണ് സെറമൈഡ്. നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മുടെ സ്കിന്നിനകത്ത് സെറമൈഡ്സ് ഉണ്ട്. അപ്പൊ കുറച്ചും കൂടെ സെറമൈഡ് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ വാട്ടറിനെ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് ലോക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കിന്നിന് ഹൈഡ്രേഷനും ആ ഗ്ലോയും ഒക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും എപ്പോഴും സെറമൈഡ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ഇൻഗ്രീഡിയന്റ് കൂടെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യും, സിൻഡെല്ല. സിൻഡെല്ല എങ്ങനെയാന്ന് വെച്ചാൽ, അത് സിൻഡെല്ല ഏഷ്യാറ്റിക്ക എന്നാണ് അതിന്റെ പേര്. അത് ചിലപ്പോൾ നയാസിനമൈഡ് സെറത്തിന്റെ കൂടെയൊക്കെ വരുന്നൊരു സാധനം. അത് ഇറിറ്റേറ്റഡ് സ്കിന്നിനെയൊക്കെ ആ ഇറിറ്റേഷനൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഡ്രൈ സ്കിൻകാർക്കൊക്കെ നല്ല സാധനമാണ് സിൻഡെല്ല. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് സെറത്തിലൊക്കെ ആഡ് ഓൺ ആയിട്ടൊരു ഇൻഗ്രീഡിയന്റ് വേണമെന്ന് വെച്ചാൽ നയാസിനമൈഡ് സെറം വാങ്ങിക്കുമ്പോൾ ഇതിനകത്ത് സിൻഡെല്ല ഉണ്ട്, അപ്പൊ ഇത് കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് സിൻഡെല്ല. ഇനി നമുക്ക് ഓരോന്നിന്റെ റെക്കമെൻഡേഷൻസിലോട്ട് പോകാം. ഫസ്റ്റ് ഫേസ് വാഷ്. ഇപ്പൊ നിങ്ങളുടെ ഓയിലി കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് ബെസ്റ്റ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമുക്ക് ഓയിൽനെസ് കൂടുതലുള്ളത് നമ്മുടെ ടി സോണിലാണോ അതല്ലെങ്കിൽ നിങ്ങളുടെ വി സോണിലാണോ എന്ന് നോക്കാം. വി സോൺ ഈ സ്ഥലം ഇവിടെയാണ്, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ളെങ്കിൽ അവിടെ, അതല്ല നിങ്ങളുടെ ടി സോണിലാണ് കൂടുതൽ ഓയിൽനെസ് ഉള്ളെങ്കിൽ അവിടെ നമ്മൾ ആ ഫേസ് വാഷ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഫേസ് നനച്ചതിന് ശേഷം ആ ഭാഗത്ത്, അതായത് നമ്മൾ ഫേസ് നന്നായിട്ട് നനച്ച് ഈ ഒരു ഭാഗത്ത് മാത്രം ഫേസ് വാഷ് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴുകിയതിന് ശേഷം ഒരു മിനിറ്റ് അങ്ങനെ നിർത്തിയിട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് മാത്രം മറ്റുള്ള ലാദർ ബാക്കിയുള്ള ഫേസിലോട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് രാവിലെ അത്ര ഓയിൽനെസ് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നൈറ്റിൽ മാത്രം യൂസ് ചെയ്താൽ മതി സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്. മോർണിംഗിൽ യൂസ് ചെയ്യാനുള്ള ജനറൽ ഫേസ് വാഷ് റെക്കമെൻഡേഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് സാലിസിലിക് ആസിഡ് റെക്കമെൻഡേഷൻസ് നോക്കാം. ഒന്നെന്ന് വെച്ചാൽ മിനിമലിസ്റ്റിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, രണ്ടെന്ന് വെച്ചാൽ ഡെർമക്കോഡ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, മൂന്നെന്ന് വെച്ചാൽ ഡീകൺസ്ട്രക്റ്റിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, നാലെന്ന് വെച്ചാൽ ഫോക്സ്റ്റൈലിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, അഞ്ച് ആക്നെ സ്ക്വാഡിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, ആറെന്ന് വെച്ചാൽ ഗ്യാബിറ്റിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, ഏഴ് കോസറെക്സിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, എട്ടെന്ന് വെച്ചാൽ ബി ബോഡി വേസിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, ഒമ്പതെന്ന് വെച്ചാൽ ഡോക്ടർ ഷെയ്ത്തിന്റെ സാലിസിലിക് ആസിഡ് ബോഡി വാഷ്, പത്തെന്ന് വെച്ചാല് ഡെർമാടച്ചിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്. ഞാൻ എപ്പോഴും പറയുന്നു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫേസ് വാഷ് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫേസ് ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് കോമ്പിനേഷൻ സ്കിൻ കെയർ കുറച്ച് ശ്രദ്ധിച്ച് വേണം സ്കിൻ കെയർ റൂട്ടീൻ സെലക്ട് ചെയ്യാനെന്ന്. ഇനി അടുത്ത ഫേസ് വാഷ് ഏതൊക്കെ നോക്കാം. ഇനി എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും, നിങ്ങളുടെ ഓയിലി കോമ്പിനേഷൻ ആയിക്കോട്ടെ, ഡ്രൈ കോമ്പിനേഷൻ ആയിക്കോട്ടെ, അതല്ല നോർമൽ കോമ്പിനേഷൻ ആയിക്കോട്ടെ, എന്ത് കോമ്പിനേഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഫേസ് വാഷുകളാണ് ജെന്റിൽ ഫേസ് വാഷ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഓയിൽനെസ് അധികമായിട്ട് വലിച്ചെടുക്കത്തില്ല, മാത്രമല്ല നമ്മുടെ സ്കിൻ ഓവറായിട്ട് ഡ്രൈ ആക്കാനും പോകുന്നില്ല. ജസ്റ്റ് നമ്മുടെ ഇമ്പ്യൂരിറ്റീസിനെ മാത്രം എടുത്ത് കളയുന്ന ഫേസ് വാഷസ് ക്ലെൻസേഴ്സിനെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ സെറ്റാഫിലിന്റെ ജെന്റൽ ക്ലെൻസർ, രണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മിനിമലിസ്റ്റിന്റെ ഓട്സ് ക്ലെൻസർ, മൂന്നെന്ന് വെച്ചാൽ കോൺഷ്യസ് കെമിസ്ട്രിന്റെ
ജെന്റിൽ ഫേസ് വാഷ് ഉണ്ട്. നാലാമത്തേന്ന് വെച്ചാൽ നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ ബാരിയർ റിപ്പയർ ഫേസ് വാഷ്. അഞ്ചാമത്തേന്ന് വെച്ചാൽ സെറാവിയുടെ ജെന്റിൽ ഫേസ് വാഷ്. ആറെന്ന് വെച്ചാൽ നമ്മുടെ സിമ്പിളിന്റെ സോഫ്റ്റ് ഫേസ് വാഷ്. ഏഴെന്ന് വെച്ചാൽ നമ്മുടെ കോസറെക്സിന്റെ ലോ പി എച്ച് ഗുഡ് മോർണിംഗ് ക്ലെൻസർ. എട്ടെന്ന് വെച്ചാൽ ഡെർമാടെച്ചിന്റെ മൈൽഡ് ഹൈഡ്രേറ്റിംഗ് ക്ലെൻസിംഗ് ലോഷൻ. 9 എന്ന് വെച്ചാൽ എപ്പിസോഫ്റ്റ്. 10 എന്ന് വെച്ചാൽ മിനിമലിസ്റ്റിന്റെ 5% അക്വാസ്പോറിൻ ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഫേസ് വാഷ്. 11 എന്ന് വെച്ചാൽ ഡെർമക്കോയുടെ 2% നയാസിനമൈഡും. 12 എന്ന് വെച്ചാൽ ഡോക്ടർ ഷേത്തിന്റെ സെക്കൻഡ് സെറമൈഡ് ക്ലെൻസറും നല്ല ഓപ്ഷനാണ് നമ്മുടെ ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസേഴ്സിന്. ഇനി കുറച്ച് ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷസ് നോക്കാം. ഇത് ഡ്രൈ സ്കിൻകാരും നോർമൽ ഡ്രൈ കോമ്പിനേഷൻ സ്കിൻകാർക്കും ഒക്കെ പറ്റിയതാണ്. എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റിന്റെ ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ് നല്ലതാണ്. നമ്മുടെ ഡെർമക്കോയുടെ ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ഷെയ്ത്തിന്റെ ഗ്ലൈക്കോളിക് ആസിഡ് ഗുലാബ് ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷനാണ്. 5 എന്ന് വെച്ചാൽ അക്വലോജിക് കെയറിന്റെ ഗ്ലൈക്കോളിക് ആസിഡ് പ്ലസ് ടൊമാറ്റോ ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷനാണ്. ലോറിയൽ പാരീസിന്റെ ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷനാണ്. 6 എന്ന് വെച്ചാൽ സോട്രൂ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷും നല്ലൊരു ഓപ്ഷനാണ്. ഇനി നിങ്ങൾ നേരത്തെ ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് സെലക്ട് ചെയ്തില്ലേ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് തന്നെ സ്കിപ്പ് ചെയ്തിട്ട് സാലിസിലിക് ആസിഡ് ടോണേഴ്സിലോട്ട് പോകും. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി സാലിസിലിക് ആസിഡ് ടോണേഴ്സ് യൂസ് ചെയ്യരുത്. അതിന് പകരം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആഴ്ചയിൽ 2 ദിവസം പിന്നെ ആഴ്ചയിൽ 3 അങ്ങനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. സാലിസിലിക് ആസിഡ് ടോണർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഫേസ് മൊത്തം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എവിടെയാണോ ഓയിൽനെസ് കൂടുതൽ, എവിടെയാണോ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കൂടുതലുള്ളത് അവിടെ മാത്രം അപ്ലൈ ചെയ്താൽ മതി. കുറച്ച് റെക്കമെൻഡേഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡെർമാടെച്ചിലുണ്ട് സാലിസിലിക് ആസിഡ് ഫേസ് ടോണർ, ആക്നേസ്കോഡിലുണ്ട്, കോസറെക്സിലുണ്ട്, ഇൻസ്പ്രീലുണ്ട്, പിന്നെ പോൾസ് ചോയ്സിലുണ്ട്. എപ്പോഴും ഞാൻ എടുത്ത് പറയുന്നത് ഇത് 2% അല്ലെങ്കിൽ 1% ആയിട്ടുള്ള സാലിസിലിക് ആസിഡ് ആണ്. നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ കഴുകി കളയാണ്. ടോണർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ആദ്യമേ വീക്കിലി 1 or 2 മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പതുക്കെ ആഴ്ചയിൽ 3 ദിവസമൊക്കെ ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല നിങ്ങൾ സാലിസിലിക് ആസിഡ് ടോണേഴ്സ് യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ വിറ്റാമിൻ സി സെറമോ അതല്ലെങ്കിൽ റെറ്റിനോൾ സെറമോ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെസ്റ്റ് വേ. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ വിറ്റാമിൻ സി റെറ്റിനോൾ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ സാലിസിലിക് ആസിഡുമായിട്ട് ഫംഗ്ഷൻ ചെയ്യാതെ നമ്മുടെ സ്കിന്നിന്റെ അസിഡിറ്റി മാറ്റും. സാലിസിലിക് ആസിഡും വിറ്റാമിൻ സി ആണെങ്കിൽ വിറ്റാമിൻ സിയുടെ ഫംഗ്ഷൻ ഇല്ലാണ്ടാവും. റെറ്റിനോളും സാലിസിലിക് ആസിഡും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് എന്താ പറയുന്നത് പീലിംഗ് എഫക്റ്റും ഡ്രൈനെസ്സും തോന്നും. പ്രത്യേകിച്ച് നിങ്ങൾ ടീ സോണിലൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി തോന്നും. പിന്നെ നിങ്ങൾ ഗ്ലൈക്കോളിക് ആസിഡും സാലിസിലിക് ആസിഡ് ടോണേഴ്സ് ഗ്ലൈക്കോളിക് ആസിഡ് സിറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ടോണേഴ്സ് അപ്ലൈ ചെയ്യാത്ത ദിവസം യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ് വേ. ഫേസ് വാഷ് കഴിഞ്ഞു, ടോണർ കഴിഞ്ഞു. ഇനി അടുത്ത ഏതാണ്? നമ്മുടെ സിറം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിയാസിനമൈഡ് സിറമാണ് ബെസ്റ്റ്. അത് നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ 5% സ്റ്റാർട്ട് ചെയ്യാം. 5%ലുള്ള കുറച്ച് നയാസിനമൈഡ് സിറത്തിന്റെ റെക്കമെൻഡേഷൻസ് നോക്കുകയാണെങ്കിൽ മിനിമലിസ്റ്റിൽ 5% ഉണ്ട്, സുഗന്ധയിലുണ്ട് 5%, ഡെർമക്കോയിലുണ്ട് 5%, പ്ലമ്മിലുണ്ട് 5%, അതുപോലെ തന്നെ നമ്മുടെ കോൺഷ്യസ് കെമിസ്റ്റിലുണ്ട് 5%, പിൽഗ്രിമിലുണ്ട് 5%, ഫിക്സ്ഡെർമയിലുണ്ട് 5%, ബി ബോഡി വൈസിലുണ്ട്, റിക്വലിലുണ്ട്, ഫോക്സ്റ്റൈലിലുണ്ട് 5% നയാസിനമൈഡ്. ഇനി നമുക്ക് 10% നയാസിനമൈഡ് സെറം യൂസ് ചെയ്യാം. 10% യൂസ് ചെയ്യുന്ന എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങൾ 5% ഒക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിൻ ഒന്ന് സെറ്റ് ആയതിനു ശേഷമാണ് നിങ്ങൾക്ക് 10%ലോട്ട് പോകാം. എക്സാമ്പിൾസ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാന്ന് നോക്കിയാൽ നമ്മുടെ മിനിമലിസ്റ്റിലുണ്ട് 10%, ഓർഡിനറിയിലുണ്ട് 10%, ഡെർമക്കോയിലുണ്ട് 10%, പ്ലമ്മിലുണ്ട് 10%, സുഗന്ധയിലുണ്ട് 10%, ബി ബോഡി വൈസിലുണ്ട് 10%, പിൽഗ്രിമിലുണ്ട് 10% നയാസിനമൈഡ്, റിവീലിയയിലുണ്ട് 10% നയാസിനമൈഡ്, എർത്രതത്തിലുണ്ട് 10% നയാസിനമൈഡ്, സിമ്പിളിലുണ്ട് 10% നയാസിനമൈഡ്, പിന്നെ ഡെർംഡോക്കിലുണ്ട് 10% നയാസിനമൈഡ്. ഇനി കുറച്ച് സെറമൈഡ്സ് ആയിട്ടുള്ള മോയിസ്ചറൈസേഴ്സ് നോക്കാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഡെർമക്കോയുടെ സെറമൈഡ് മോയിസ്ചറൈസർ നല്ലൊരു ഓപ്ഷൻ ആണ്. അതുപോലെ തന്നെ ഡോക്ടർ ഷെയ്ത്തിന്റെ 2 ഉണ്ട്, വിറ്റാമിൻ സി ആൻഡ് സെറമൈഡ് മോയിസ്ചറൈസറും സിക്ക് ആൻഡ് സെറമൈഡ് മോയിസ്ചറൈസറും. പിന്നെ ഫോർമുല എക്സിന്റെ 2 മോയിസ്ചറൈസേഴ്സിന്റെ 2ഉം നല്ല ഓപ്ഷൻസ് ആണ്. ഗാംബിറ്റിന്റെ സെറമൈഡ് മോയിസ്ചറൈസർ, പിന്നെ മിനിമലിസ്റ്റിന്റെ സെറമൈഡ് മോയിസ്ചറൈസേഴ്സും നല്ല ഓപ്ഷൻ. അവർക്ക് ഓയിലിന് വേറെ ഉണ്ട്, ഡ്രൈക്കും വേറെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഏത് ടൈപ്പ് കോമ്പിനേഷൻ ആണെന്ന് വെച്ചാൽ അതനുസരിച്ച് യൂസ് ചെയ്താൽ മതി. അപ്പൊ കുറച്ച് സെറമൈഡ്സ് ഉള്ള മോയിസ്ചറൈസർ. ഇനി അല്ലാത്ത കുറച്ച് ജെൽ ടൈപ്ഡ് മോയിസ്ചറൈസേഴ്സ് നമുക്ക് നോക്കാം. ന്യൂട്രിജീനയുടെ ഹൈഡ്രോ ബൂസ്റ്റർ നല്ലൊരു ഓപ്ഷൻ, ഓയിലി കോമ്പിനേഷൻ സ്കിൻകാർക്ക്. അതുപോലെ തന്നെ ഫോർമുല എക്സിന്റെ ജെൽ മോയിസ്ചറൈസറും ഓയിലി സ്കിൻകാർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. സെറമൈഡ് ഇല്ലാത്തതാണ്, പക്ഷെ നിങ്ങൾക്ക് വേണ്ട സെറമൈഡ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഡോട്ട് ആൻഡ് കീയുടെ 72 അവർ ലൈറ്റ് വെയിറ്റ് ജെൽ മോയിസ്ചറൈസർ നല്ലൊരു ഓപ്ഷൻ ആണ്.
പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയിസ്ചറൈസർ ഓപ്ഷൻ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ ഓർഡിനറിയുടെ ഹൈഡ്രോണിക് ആസിഡിന്റെ മോയിസ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്കിപ്പം വേറെ ഏത് ലൈറ്റ് വെയിറ്റഡ് ആയിട്ടുള്ള മോയിസ്ചറൈസേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ചെണ്ണമാണ് ഇനി പറയുന്നത്. അതല്ല നിങ്ങളുടെ എക്സ്ട്രീംലി ഡ്രൈ കോമ്പിനേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡോട്ട് ആൻഡ് കീയുടെ സെറമൈഡ് മോയിസ്ചറൈസേഴ്സ് നോക്കാം. പക്ഷെ ഓയിലി കോമ്പിനേഷൻ ആണെങ്കിൽ പറ്റത്തില്ല കേട്ടോ. അതുപോലെ റിക്വലിന്റെ സെറമൈഡ് മോയിസ്ചറൈസർ നല്ലൊരു ഓപ്ഷൻ. പിന്നെ റിക്വലിന്റെ ഓയിൽ ഫ്രീ മോയിസ്ചറൈസേഴ്സും കോമ്പിനേഷൻ സ്കിൻകാർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. കോമ്പിനേഷൻ സ്കിൻകാർക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാക്സിമം നോക്കേണ്ട ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓയിലി ആണെങ്കിൽ ജെൽ ടൈപ്ഡ് മോയിസ്ചറൈസേഴ്സ്, ഓയിൽ ഫ്രീ മോയിസ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത നിങ്ങളുടെ ഡ്രൈ കോമ്പിനേഷൻ ആണെങ്കിൽ നോ കോമഡോൺജനിക് ആയിട്ടുള്ള മോയിസ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരുപാട് തിക്ക് ആവരുത്, എന്നാൽ ഒരുപാട് ജെൽ ടൈപ്പും അല്ലാത്ത മോയിസ്ചറൈസേഴ്സ് കിട്ടത്തില്ലേ, അത് മാക്സിമം വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ മോയിസ്ചറൈസേഴ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ എന്റെ ഫേവറേറ്റ് പിക്കിലുള്ള കുറച്ച് മോയിസ്ചറൈസേഴ്സ് ആണ്. ഇനി റെക്കമെൻഡേഷൻസ് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞ റെക്കമെൻഡേഷൻസ് വേണ്ടിയുള്ള ഷോർട്ട് വീഡിയോ കുറെ എണ്ണം ഞാൻ ചെയ്തുതരാം. ഇനി നൈറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് റെറ്റിനോൾ. റെറ്റിനോൾ എന്ന് വെച്ചാൽ നമുക്ക് കോമ്പിനേഷൻ സ്കിൻകാർക്ക് അത്യാവശ്യം നല്ലൊരു സാധനമാണ്. കാരണം ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് കുറയ്ക്കാം. പക്ഷെ അതുപോലെ നിങ്ങൾക്ക് ഡ്രൈ നോർമൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവറായിട്ട് റെറ്റിനോൾ യൂസ് ചെയ്യണം, നമ്മുടെ സ്കിൻ ഒന്ന് ഡ്രൈ ആവും. അപ്പൊ എപ്പോഴും നല്ലതെന്ന് വെച്ചാൽ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള റെറ്റിനോൾ യൂസ് ചെയ്ത് സ്കിന്നിനെ ഒന്ന് അഡാപ്റ്റ് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്നതാണ്. അപ്പൊ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് റെറ്റിനോൾസ് ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ഫോക്സേലിന്റെ റെറ്റിനോൾ, രണ്ട് റിക്വലിന്റെ റെറ്റിനോൾ, മൂന്നെന്ന് വെച്ചാൽ ദ ഫോർമുല റെക്സിന്റെ റെറ്റിനോൾ, നാലെന്ന് വെച്ചാൽ കോൺഷ്യസ് കെമിസ്റ്റിന്റെ റെറ്റിനോൾ, അഞ്ചെന്ന് വെച്ചാൽ മിനിമലിസ്റ്റിന്റെ റെറ്റിനോൾ, ആറെന്ന് വെച്ചാൽ ഡീകൺസ്ട്രക്റ്റിംഗ് റെറ്റിനോൾ. ഇത്രയും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് റെറ്റിനോൾസ് ആണ്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, റെറ്റിനോൾ നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒരാഴ്ചയിൽ 3 ദിവസം മാത്രം യൂസ് ചെയ്താൽ മതി. സാലിസിലിക് ആസിഡ് ടോണേഴ്സ് യൂസ് ചെയ്യുന്ന ദിവസം റെറ്റിനോൾസ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതിന്റെ കുഴപ്പമില്ല, ടോണേഴ്സിന്റെ കാര്യമാണ് ഞാൻ എടുത്തു പറയുന്നത്. പിന്നെ ബിഗിനർ ആണെങ്കിൽ സാൻഡ്വിച്ച് മെത്തേഡ് യൂസ് ചെയ്യുക. അതായത് നിങ്ങളുടെ മോയിസ്ചറൈസർ, റെറ്റിനോൾ, മോയിസ്ചറൈസേഴ്സ് വെച്ചിട്ട് യൂസ് ചെയ്യുക. പിന്നെ റെറ്റിനോളിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഐക്കാടെ ഒരു വീഡിയോ കൊടുക്കുക, അതൊന്ന് കയറി കണ്ടുവയ്ക്കാലും മതി. ഇനി കോമ്പിനേഷൻ സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സൺസ്ക്രീൻസ് നോക്കാം. അതും നമുക്കുള്ള ഭാഗ്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ സൺസ്ക്രീനും യൂസ് ചെയ്യാം. നമ്മുടെ ഏറ്റവും വലിയ കോമ്പിനേഷൻ സ്കിൻകാർക്കുള്ള ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ നമുക്ക് സ്കിൻ ടൈപ്പ് മനസ്സിലാക്കി സ്കിൻ കെയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ അത്യാവശ്യം ഓൾ ടൈപ്പ് എന്ന് പറയുന്ന ഓൾ സ്കിൻ കെയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓൾ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്ന പ്രൊഡക്ട്സ് എല്ലാം നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻസും കാണും. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടുന്ന് പ്രൊഡക്റ്റ് കിട്ടും, അതൊരു ഏറ്റവും വലിയൊരു ഭാഗ്യമുള്ള കാര്യമാണ്. ഡ്രൈ സ്കിൻകാർക്ക് അത് പോയി തപ്പിയെടുക്കുമ്പോൾ നമുക്ക് ഓൾ സ്കിൻ ടൈപ്പ് എടുത്താൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സൺസ്ക്രീൻസ് പറഞ്ഞുതരാം. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു മാറ്റിഫൈങ് എഫക്റ്റ് ആണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് സൺസ്ക്രീൻ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആക്നെ യുവിയുടെ സൺസ്ക്രീൻ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ റിക്വലിന്റെ മാറ്റ് ഫിനിഷ് സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷൻ. പിന്നെ അല്ലാണ്ട് കുറച്ച് സൺസ്ക്രീൻ ഏതൊക്കെയെന്ന് വെച്ചാൽ ഡോക്ടർ ഷെയ്ത്തിന്റെ നിയാസിനമൈഡ് സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡീകൺസ്ട്രക്റ്റിന്റെ ജെൽ സൺസ്ക്രീൻസ്, ഡീകൺസ്ട്രക്റ്റിന്റെ തന്നെ ഫ്ലൂയിഡ് ബ്രൈറ്റനിങ് സൺസ്ക്രീൻസ്, നമ്മുടെ അക്വലോജിക്കയുടെ 4 വേരിയന്റ് നല്ലൊരു ഓപ്ഷനാണ്. അതായത് നിയാസിനമൈഡ്, വിറ്റാമിൻ സി, ഹൈഡ്രേറ്റിംഗ്, ഡീറ്റൽ, നല്ലതാണ്. ഡോട്ട് ആൻഡ് കീയുടെ എല്ലാ സൺസ്ക്രീൻസും നമുക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഫിഷ് കെയറിന് കാര്യം എന്തെന്ന് വെച്ചാൽ ഇതെല്ലാം ലൈറ്റ് വെയ്റ്റഡ് ഫോമിലാണ്. പിന്നെ നമ്മുടെ എക്സ്ട്രീംലി ഓയിലി സ്കിൻ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഓയിൽനെസ് ഫീൽ ആവണം എന്നില്ല. മാത്രമല്ല നമ്മുടെ എക്സ്ട്രീംലി ഡ്രൈ അല്ലാത്തതുകൊണ്ട് നമുക്കൊരു എക്സ്ട്രീംലി തിക്ക് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനിന്റെ ആവശ്യമില്ല. നമുക്ക് ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു എല്ലാ സൺസ്ക്രീനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ചില ആൾക്കാർക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യും. അതിന് കാര്യം എന്ന് വെച്ചാൽ അതിനകത്തുള്ള ഫിൽറ്റേഴ്സ് നിങ്ങൾക്ക് പറ്റാത്തതാണ്. പ്രത്യേകിച്ച് സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ് പോലെയുള്ളവ. അതിനെപ്പറ്റി ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം. അതല്ല അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ സൺസ്ക്രീനെ പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നൈറ്റ് ടൈം സ്കിൻ കെയറിൽ നമ്മൾ റെറ്റിനോളിന്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡബിൾ ക്ലെൻസിങ്. മാക്സിമം ഡബിൾ ക്ലെൻസിങ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ക്ലെൻസിങ് ബാം യൂസ് ചെയ്താൽ കുഴപ്പമില്ല, ക്ലെൻസിങ് ഓയിൽസ് യൂസ് ചെയ്താൽ കുഴപ്പമില്ല, അതുപോലെ തന്നെ നമുക്ക് മിസലർ വാട്ടർ യൂസ് ചെയ്താലും കുഴപ്പമില്ല. കുറച്ച് റെക്കമെൻഡേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ക്ലെൻസിങ് ഓയിലിന്റെ നോക്കാം. DHCയുടെ ക്ലെൻസിങ് ഓയിൽ, ബേസ് ഷോപ്പിന്റെ ക്ലെൻസിങ് ഓയിൽ, സുഗന്ധയുടെ ക്ലെൻസിങ് ഓയിൽ, പ്ലമ്മിന്റെ ക്ലെൻസിങ് ഓയിലും നല്ലതാണ്. ക്ലെൻസിങ് ബാമിലോട്ട് പോവാണെങ്കിൽ പ്ലമ്മിന്റെ ക്ലെൻസിങ് ബാമും ഡീകൺസ്ട്രക്റ്റിന്റെ ക്ലെൻസിങ് ബാമും നല്ലൊരു ഓപ്ഷനാണ്. അടുത്ത മിസലർ വാട്ടറിലോട്ട് പോവാണെങ്കിൽ എങ്ങും പോകണ്ട, നമുക്ക് നമ്മുടെ ഗാർണിയർ തന്നെയുണ്ട്, അവരുടെ 2 എണ്ണം ഉണ്ട്. രണ്ടും നല്ല ഓപ്ഷൻസ് ആണ്. ഹെവി മേക്കപ്പ് ഇട്ടൊക്കെ ആണെങ്കിൽ ആ ഓയിൽ
ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള നോക്കുക, അല്ല നോർമൽ ഒക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പിങ്ക് വണ്ണില്ലേ അത് യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇന്നത്തെ വീഡിയോ കോമ്പിനേഷൻ സ്കിൻകാർക്കുള്ളതാണ്. എനിക്കറിയാം ഒരു അവിയൽ ടൈപ്പ് റുട്ടീനാണ്, കാരണം നമ്മുടെ സ്കിന്നും അവിയൽ ടൈപ്പ് ആണ്, അതുകൊണ്ടാണ്. പക്ഷെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ട്യൂസ്ഡേയുടെ Q&A മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ എല്ലാ ട്യൂസ്ഡേയും, തേഴ്സ്ഡേയും, സൺഡേയും വരുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.